ഒരിക്കൽ നിന്റെ നേരെ കൈപോക്കിയപ്പോ അമ്മ പറഞ്ഞു അതിനേക്കാൾ എത്രയോ മുമ്പ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടടാ, അക്രമം കാണിക്കുന്ന മഹാഭാവികൾ ആരായാലും അത് സ്വന്തക്കാരോ ബന്ധുക്കാരോ നോക്കാതെ തല്ലിക്കൊള്ളാൻ, തല്ലിക്കൊന്നോളാൻ. സമയം ഒരുപാടായി മോളെ, പോയി കിടന്നോളൂ അല്പനേരം. പുലരാതെ എവിടെ പോയി അന്വേഷിക്കാനാ? അവനൊരാപത്തും വരില്ല. ഗുരുജി പോലും അറിയണ്ട, ഈ രാത്രി, ഈ ഒരു രാത്രി അവർക്ക് എന്നെ കെട്ടിക്കൂടാ. കൊല്ലും, അവരെന്നെ എനിക്ക് മരിക്കാറായിട്ടില്ല. ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, ജീവിപ്പിക്കാൻ. ഒരുപാടെണ്ണത്തിന് ജീവിപ്പിക്കാൻ വേണ്ടി ചവിട്ടി നിൽക്കാൻ എനിക്കൊരു പിടി മണ്ണ് വേണം. നാളെ കേസ് വിളിക്കുമ്പോ ഞാൻ കോടതിയിൽ ഉണ്ടാവണം. അതുവരെ അവർക്ക് എന്നെ കിട്ടിക്കൂടാ. അവരുടെ കയ്യിൽ കിട്ടിയ എനിക്ക് മരിച്ചൂടാ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? അകത്ത് കയറാൻ പറ്റില്ല. ഇവിടെ അക്രമം കാണിക്കാൻ സമ്മതിക്കില്ല. അക്രമം കാണിക്കാനല്ല, കാണാനാ ഞാൻ വന്നത്. സുധീന്ദ്രൻ എന്നെ കൊല്ലുന്നത് കണ്ണ് നിറച്ച് കാണാൻ. കൊല്ലട്ടെ എന്നെ അവൻ. ഇറങ്ങി വരാൻ പറയടോ. ഇല്ല, അവൻ ഇവിടെ ഇല്ല, ഇങ്ങോട്ട് വന്നിട്ടില്ല. എവിടെ ഉണ്ടെന്ന് ഞങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കും. ബുദ്ധിമുട്ടുണ്ടാ? ആ പണി ഇനി ഞങ്ങൾ ചെയ്തോളാം. നോക്കി നിൽക്കാതെ മരിച്ചു പുറത്തിടാ ശവത്തെ. അവന്റെ നെഞ്ചിൽ ഇത്തിരി കാറ്റൂടെ ബാക്കിയുണ്ടെങ്കിൽ അതോടെ വേണം എനിക്ക്. ഹലോ ഹലോ, പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷൻ അനങ്ങൂലടാ ഒരു പോലീസുകാരനും. സുധീന്ദ്രന്റെ ആയുസിന്റെ നീളം ഇനി ഒടേ തമ്പുരാനല്ല, ഞാനാ തീരുമാനിക്കുന്നത്. ഞാൻ അവനൊരു പാവമാണ്. അവനോട് ഈ മഹാഭാവം ചെയ്യരുത്. നാളെ നേരം പുലരും. പക്ഷേ അത് കാണാൻ നിന്റെ പാവം സുധീന്ദ്രൻ ഉണ്ടാവില്ല. നോക്കിക്കോ. ഞാൻ കൊല്ലു അവനെ. വാ. അയ്യോ, എന്റെ മോനെ. ഹോസ്പിറ്റലിലൊന്നും പോവാതെ ഇവിടെ ഇങ്ങനെ കിടന്ന അപകടമാവോ? ഒരു അപകടവും വരുത്തില്ല ഈശ്വരൻ. ആശുപത്രിയിലൊന്നും സേഫ് അല്ല. എവിടെ എന്തിനും മടിക്കാത്ത കൂട്ടർ അവര്.
ഇവിടെ തന്നെ നല്ലത്. ഉറങ്ങട്ടെ. കുട്ടേട്ടന് വേണ്ടി ഇത്രയും ഉള്ളൊരുക്കി പ്രാർത്ഥിക്കാൻ പവിത്രയേക്കാൾ മറ്റാരാ? ഇവിടെ പവിത്രയുടെ കൺവെട്ടത് തന്നെ കുട്ടേട്ടൻ വേണ്ടത്. ശരീരം കീറി മുറിക്കാനും ശരീരത്തിന്റെ മുറിവ് ഉണക്കാനും ഒക്കെ പഠിച്ചിട്ടുള്ളൂ ഞാൻ. സതിയുടെ മനസ്സിലെന്തോ പവിത്രയുടെയും കുട്ടേട്ടന്റെയും മനസ്സ് പഠിച്ചിട്ടില്ലായിരുന്നു ഞാൻ. ഇപ്പോഴെങ്കിലും അറിയാതെ പോയിരുന്നെങ്കിൽ ഈശ്വര തുല്യമായ പവിത്രയുടെ മനസ്സ് വേദനിപ്പിച്ച മഹാപാപത്തിന് ഈശ്വരൻ എന്നെ ശിക്ഷിച്ചനെ. ശാന്തേച്ചി എന്നോടെല്ലാം പറഞ്ഞു. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം എന്നോ എപ്പോഴും അവരറിഞ്ഞതാ. കുട്ടേട്ടൻ പവിത്രയുടേതാ, പവിത്രയുടേത് മാത്ര. അത് ഞാൻ അറിയാതെ വെറുതെ എന്തിനോ ഒരിഷ്ടം, അത്രയുള്ളൂ. മായ്ക്കാനും മറക്കാനും പറ്റാത്ത അത്ര ആഴത്തിലൊന്നും ഉണ്ട്. കല്ലിൽ കൊത്തിയത് മാഞ്ഞാലും കരളിൽ കൊത്തിയത് മായൂല. അത് മായ്ക്കാൻ ഒരുമ്പോഴെടുത്ത് ഞാനായിട്ടത് ചെയ്യില്ല. ഈ കിടക്കുന്ന പാവത്തിന്റെ ജീവിതത്തിൽ എന്നും ഒളിച്ചോട്ടങ്ങളും ഒറ്റപ്പെടുത്തലും വേദനകളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സതി വിചാരിച്ച സുധിക്കൊരു ജീവിതം, അതിനുവേണ്ടി ഞാനെന്റെ വെറും ഒരിഷ്ടത്തെ മനസ്സിൽ നിന്ന് മായ്ച്ചോളാം. അതത്ര കാര്യാക്കണ്ട. ജീവിതം ആർക്ക് ആരോടൊപ്പം എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ, ഈശ്വരനല്ലേ. ഈശ്വരന്റെ ആ തീരുമാനം നടക്കണം. കുട്ടേട്ടനോട് ഞാൻ പറയാൻ ഏൽപ്പിച്ച കാര്യങ്ങളൊന്നും ഇനി പറയരുത്. കുട്ടേട്ടനൊന്നും വരില്ല. നാളെ കേസിന് പോവും. എന്നായാലും ഒരിക്കൽ ജയിക്കാതിരിക്കില്ല പാവം. ഇന്നീ രാത്രിയിലെ കാവല് പോലെ, പ്രാർത്ഥന പോലെ എന്നും പവിത്ര കുട്ടേട്ടന് ജീവിതത്തിൽ ഉണ്ടാവണം. എന്ത് വില കൊടുത്തും 10 മണിയോടെ സുധീന്ദ്രനെ ഞങ്ങൾ കോടതിയിൽ എത്തിച്ചിരിക്കും സാർ. ഓക്കെ സാർ, താങ്ക് യു. നമ്മുടെ കേസ് നടത്തുന്ന വക്കീൽ സുകുമാരൻ നായരാണ്. സത്യത്തിന്റെ ഭാഗത്ത് മാത്രം നിൽക്കാറുള്ള മൂപ്പർക്ക് ഉറപ്പുണ്ട് കേസ് നമ്മൾക്ക് അനുകൂലമായി വിധിയാവുന്നു. കേസും വിധിയും സ്വത്തും മുതലും ഒന്നും വേണ്ടായിരുന്നു ശ്രീധര. എനിക്ക് എന്റെ മോനെ മതി. എനിക്ക് ഇപ്പൊ കാണണം എന്റെ കുട്ടിയെ. അവൻ ഒരു കേടും കൂടാതെ ഒരിടത്തുണ്ട്. ഇന്ന് ഈ രാത്രിയിൽ ഇപ്പോ നമ്മൾ അങ്ങോട്ട് പോയി അവനെ കാണാനോ അവൻ ഇങ്ങോട്ട് വന്ന് നമ്മളെ കാണാനോ ഒന്നും പറ്റില്ല, പാടില്ല. ഈശ്വര, എന്റെ മോൻ. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൻ മൃത്യോർമുക്ഷീയമാമൃതാൻ. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൻ മൃത്യോർമുക്ഷീയമാമൃതാൻ. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൻ മൃത്യോർമുക്ഷീയമാമൃതാൻ. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഏട്ടാ, തോറ്റവനെ പിന്നെയും തോപ്പിക്കരുത്. നീ ഇന്ന് കേസ് ജയിക്കാൻ ഇറങ്ങും അല്ലടാ? ജയിക്കാനല്ല, തോൽക്കാതിരിക്കാനാ. പാവപ്പെട്ട കുറെ എണ്ണത്തിന് കയറി കിടക്കാൻ ഒരു കൂര. ഇല്ലടാ, നടക്കില്ല, തരില്ല. ചത്തുമലച്ച് കിടക്കുന്ന ഇവിടെ കൊല്ലും നിന്നെ ഞാൻ. തീരേണ്ടത് തീർന്നോട്ടെ. അത് ഞാനെങ്കിൽ ഞാൻ.
സ്വന്തം ബന്ധങ്ങളെ പറ്റി ഇനി ആലോചിക്കണ്ട. ജീവിക്കാൻ സമ്മതിക്കാത്തവനെ കുത്തി കൊന്നേക്കണം. ഇക്കാര്യത്തിൽ വീണ്ടും വിചാരത്തിന്റെ ആവശ്യമില്ല. കൊല്ലവനെ. ഇതിനൊക്കെ വേണ്ടിയുള്ള ആർത്തി. ഇമാതിരി മക്കളെ പെറ്റുപൊറ്റി പാവം. ഇവനെയൊക്കെ കൊന്ന് ഞാനെന്ന് തിരുത്തിക്കൊണ്ടേ ഞാൻ പ്രസവിച്ചില്ലെങ്കിലും ഇവന് എന്റെ മോന. മക്കൾക്ക് തെറ്റ് പറ്റും. നമ്മളല്ലാതെ ആര് പൊറുക്കും നമ്മുടെ മക്കളോട്? ഒരു കോടതിയുമല്ല. ഇവിടെ ഈ ഭഗവതിയുടെ കോടതി തീരുമാനമാണ് ഈ കേസ്. എനിക്കിലെ വീട് മാത്രമല്ല, സർവ സ്വത്തുക്കളുടെ നേർ പകുതി അവകാശം ഇവർക്കുള്ളത്. എടുത്തു കൊടുക്കണം താക്കോല്. ഓർത്തി മൂത്ത് എന്റെ മക്കളോട് ഭഗവതി പുറത്തുനിന്ന് അമ്മ ഉറപ്പിക്കണ്ടേ? എടുത്തു കൊടുക്കാനില്ല. വേണ്ട, ഒന്നും വേണ്ട. ഒന്നിനും ആഗ്രഹിച്ചിട്ടില്ല. ആകാശത്തേക്കാൾ വലിയ കൊട്ടാരം, ഭൂമിയേക്കാൾ വലിയ സ്വത്തുക്കൾ, അതിനേക്കാളൊക്കെ വലുത് എനിക്കൊരു ഏട്ടന. എനിക്ക് മുകളിലൊരു ഏട്ടൻ. എടാ സുധീന്ദ്ര, മറഞ്ഞിരിക്കാൻ ശ്രമിക്കണ്ട. ഇങ്ങ പുറത്തേക്ക് വാ. പോളേട്ടിന് തരാനുള്ള മുതലും പലിശ ഒക്കെ ഇതിലുണ്ട്. ഇടപാടൊക്കെ തീർത്ത് പറഞ്ഞു വിടാൻ പോവാന്നോ? ആ, എനിക്കെന്റെ അമ്മ പെങ്ങന്മാരും വീടും ഒക്കെ ഇതായി പോയില്ലയോ? എനിക്കേറെ ആരുമില്ലെന്ന് എനിക്കറിയാലോ. കൃഷ്ണൻ ഇരുന്നിടത്ത് തന്നെയല്ലേ ക്രിസ്തു ഇരുന്നത് ഇതുവരെ? അതിനി അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇലഞ്ഞിക്കൽ തറവാട്ടിലെ തട്ടുംപുറത്തെ താമസക്കാരനായിട്ടല്ല, ഈ കുടുംബത്തിലൊരു അംഗമായിട്ട്. കുട്ടിയമ്പലം. സുധീന്ദ്ര, പെട്ടെന്ന് റെഡിയായിക്കോ. ആലുവായിലായിരുന്നു നാടകം. നടൻ ഗോപാലൻ ചേർത്തല പിണങ്ങിപ്പോയി. ഓ, പകരക്കാരനായിട്ടല്ലേ? ആ ശരി. ഏതാ വേഷം? നായകൻ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഭഗവാനെ, കൃഷ്ണ,